പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യാൻ പോകുന്നത് ലൈറ്റ്റൂം വെച്ചുള്ള എഡിറ്റിംഗ് ആണ്. അപ്പോൾ ഇന്ന് ഡാർക്ക് ബ്ലാക്ക് എഡിറ്റിംഗ് ആണ് ചെയ്യാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ പ്രീസെറ്റ് ഫയൽ കൊടുക്കുന്നുണ്ട്. ഈ ഫയൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പോയി ഡൗൺലോഡ് ചെയ്യുന്നതാണ്. നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണുക, എന്നാലും ഇതിൻ്റെ പാസ്വേഡ് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് എഡിറ്റിങ്ങിലേക്ക് പോവാം. നമുക്കിപ്പോൾ എഡിറ്റിംഗ് കാണാം. അതിനിടെ നമ്മൾ ആദ്യം ബേസിക് ആയിട്ടുള്ള അഡ്ജസ്റ്റ്മെൻറ്റുകൾ ചെയ്യാം. അതിനുവേണ്ടി നമ്മൾ ലൈറ്റ്സിലേക്ക് പോവുക. ലൈറ്റ്സ് എടുത്ത ശേഷം നമുക്ക് എക്സ്പോഷർ വഴി പൊടിക്ക് കൂട്ടാം. അത് കഴിഞ്ഞ് നമുക്ക് കെയർസ് ഒരു 36 വരെ സെറ്റ് ചെയ്യാം. കോൺട്രാസ്റ്റ്. അതിനുശേഷം ഹൈലൈറ്റ്സ് നമുക്കൊരു 46 വരെ സെറ്റ് ചെയ്യാം. ഇപ്പോൾ 47 വരെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഷാഡോസ് ഒരു 68 വരെ കൂട്ടാം. അത് കഴിഞ്ഞ് നമുക്ക് വൈറ്റ്സിലേക്ക് പോവാം. വൈറ്റ്സ് നമുക്കൊരു 6 വരെ കുറയ്ക്കാം. അത് കഴിഞ്ഞ് ബ്ലാക്ക്സ് നമുക്കൊരു 50 വരെ കുറയ്ക്കാം. അത് നമ്മൾ ചെയ്യുന്നത് കെയർ ടൂളിലേക്ക് പോവുക. നമുക്ക് ചെറിയൊരു കെയർ കൂടി സെറ്റ് ചെയ്യാം. അത് കഴിഞ്ഞ് നമുക്ക് നമ്മുടെ കെയറിൻ്റെ സെറ്റിങ്സ് കഴിഞ്ഞ് നമുക്ക് ഡൺ കൊടുക്കാം. അത് കഴിഞ്ഞ് നമ്മൾ പോകുന്നത് കളർ ടൂളിലേക്കാണ്. കളർ ടൂൾ എടുത്ത ശേഷം നമുക്ക് ടെമ്പറേച്ചർ ഒരു 8 വരെ കൂട്ടാം. ടിൻറ്റ് ഒരു 1 വരെ, ഒരു പൊടിക്കൊരു കൂട്ടാം. അത് കഴിഞ്ഞ് വൈബ്രൻസ് ഒരു 8 വരെ കുറയ്ക്കാം. പിന്നെ സാച്ചുറേഷൻ ഒരു 14 വരെ കുറയ്ക്കാം. അത് നമ്മൾ കളർ ഗ്രേഡിലേക്കാണോ എന്നാൽ അതിനോട് നമുക്ക് മിസ്റ്റ് ടൂൾ ഓപ്പൺ ചെയ്യാം. അതിനുശേഷം നമുക്ക് റെഡിൽ നിന്ന് തുടങ്ങാം. റെഡിൻ്റെ സാച്ചുറേഷൻ ഒരു 65 വരെ കൂട്ടാം. അത് കഴിഞ്ഞ് നമുക്ക് ഓറഞ്ചിലേക്ക് പോവാം. ഓറഞ്ചിൻ്റെ അകത്ത് നമുക്ക് സാച്ചുറേഷൻ ഒരു 44 വരെ കൂട്ടാം. അത് നമ്മൾ യെല്ലോയിലേക്കാണ് പോകുന്നത്. യെല്ലോ സെലക്ട് ചെയ്യുക. യെല്ലോ സെലക്ട് ചെയ്ത ഹ്യൂ നമുക്കൊരു 64 വരെ കൂട്ടാം. അത് കഴിഞ്ഞ് സാച്ചുറേഷൻ ഫുള്ള് കുറയ്ക്കാം. അത് കഴിഞ്ഞ് നമുക്ക് ഗ്രീനിലേക്ക് പോവാം. ഗ്രീനിൻ്റെ അകത്ത് നമുക്ക് ഹ്യൂ ഫുള്ള് കുറയ്ക്കാം. അത് കഴിഞ്ഞ് സാച്ചുറേഷൻ ഫുള്ള് കുറയ്ക്കാം. അത് കഴിഞ്ഞ് നമുക്ക് അക്വയിലേക്ക് പോവാം. അക്വയുടെ സാച്ചുറേഷൻ കുറയ്ക്കാം, ഫുള്ള് കുറച്ചേക്കാം. അത് നമ്മൾ ബ്ലൂയിലേക്ക് പോവാം. ബ്ലൂ നമുക്കൊരു പൊടിക്ക് കൂട്ടാം. അത് നമുക്ക് ഡൺ കൊടുക്കാം. ഡൺ കൊടുത്തു കഴിഞ്ഞ് നമ്മൾ അടുത്ത് ചെയ്യുന്നത് എഫക്ട്സിലേക്കാണ് പോകുന്നത്. എഫക്ട്സ് എടുത്ത ശേഷം നമുക്ക് ക്ലാരിറ്റി ഒരു പൊടിക്ക് കൂട്ടാം. അത് കഴിഞ്ഞ് ഡീഗേഴ്സ് ഒരു പൊടിക്ക് കൂട്ടാം. വിഗ്നേറ്റ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. നമുക്കൊന്നുകൂടെ കളർ ടൂളിലേക്ക് പോവാം. അതിനുശേഷം മിക്സ് ടൂൾ സെലക്ട് ചെയ്യാം. നമുക്ക് റെഡ് ഒരു ഓറഞ്ച് ഒരു പൊടിക്ക് കുറയ്ക്കാം. സാച്ചുറേഷൻ ഫുള്ള് കൂട്ടാം. പിന്നെ ഓറഞ്ചിൻ്റെ സാച്ചുറേഷൻ ഒരു പൊടിക്ക് കുറയ്ക്കാം. ലൂമിനൻസ് കൂട്ടാം. അത് ഡൺ കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഡീറ്റെയിൽസിലേക്ക് പോവാം. ഡീറ്റെയിൽസ് ശേഷം നോയ്സ് സെലക്ഷൻ സെലക്ട് ചെയ്യുക. അതിന് നമുക്കൊരു പൊടിക്ക് കൂട്ടാം. ഞാനിപ്പോൾ ഏകദേശം ഒരു 16 വരെ കൂട്ടിയിട്ടുണ്ട്. കളർ നോയ്സ് സെലക്ഷൻ ഒരു പൊടിക്ക് കൂട്ടാം. നമ്മൾ 23 വരെ കളർ നോയ്സ് സെലക്ഷൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് എഫക്ട്സ് എടുത്ത ശേഷം നമുക്ക് സ്പ്ലിറ്റ് ഓൺ സെലക്ട് ചെയ്യാം. സ്പ്ലിറ്റ് ഓൺ എടുത്ത ശേഷം നമുക്കൊരു ഹ്യൂ ഏകദേശം ഒരു 189 വരെ നമുക്ക് കൂട്ടാം. അതിൻ്റെ ഷാഡോസ് ഏകദേശം ഒരു 200 റേഞ്ച് കൂട്ടാം. അതിന് നമുക്ക് ഡൺ കൊടുക്കാം. അപ്പോൾ നമ്മുടെ എഡിറ്റിംഗ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ബിഫോർ ആഫ്റ്റർ ഒന്ന് കണ്ടു നോക്കാം.
അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം.